അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ക്യൂ സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പക്ഷികളുടെ ഭാഷ അറിയില്ല, മൃഗങ്ങളുടെ ഭാഷയും നമുക്കറിയില്ല. എന്നാൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്ക് ആ പ്രവാചകനെക്കുറിച്ച് മനസ്സിലാക്കാം. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ മകനായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാം. പിതാവിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് രാജത്വവും പ്രവാചകത്വവും നൽകി അനുഗ്രഹിച്ചു. ഈ പ്രവാചകന് വേറെയും ധാരാളം സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമയ്ക്ക് കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിരുന്നു. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനുള്ള കഴിവും അള്ളാഹു ഈ പ്രവാചകന് നൽകി. ഒരു നാടിനെ ഭരിക്കാനുള്ള ജ്ഞാനവും അതിനാവശ്യമായ വിവേകവും സുലൈമാൻ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു പ്രദാനം ചെയ്തിരുന്നു. അള്ളാഹു ഈ പ്രവാചകന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാ സന്ദർഭങ്ങളിലും നന്ദി കാണിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ സൈന്യത്തെയും കൊണ്ട് ഇറങ്ങുകയാണ്. സൈന്യത്തിൽ പക്ഷികളുണ്ട്, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്. അങ്ങനെ ഈ സൈന്യവുമായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പം ഉറുമ്പുകളുടെ താഴ്വാരത്തിലെത്തി. അങ്ങനെ സൈന്യം മെല്ലെ മെല്ലെ മുന്നോട്ട് വരുമ്പം ഈ ഉറുമ്പുകൾക്കിടയിൽ നിന്ന് സംസാരം. ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ മാളത്തിലേക്ക് ഒളിക്കുക, സുലൈമാനും സൈന്യവും കടന്നു വരുന്നുണ്ട്. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുകയാണ്. ഈ ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലാക്കി ഒന്ന് ചിരിച്ച് അള്ളാഹുവിനോട് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ധാരാളമായി നന്ദി കാണിക്കാനും, നിനക്കിഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും, നിനക്കിഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം നടത്തിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അധികാരമുള്ള, പ്രവാചകത്വമുള്ള ഒരു മഹാമനുഷ്യൻ നിസ്സാരനായ ഒരു ഉറുമ്പിൻ്റെ മുമ്പിൽ എത്ര വിനയത്തോടെയാണ് പെരുമാറുന്നത്. ഒരു ഉറുമ്പ് പോലും കൊല്ലപ്പെടരുത് എന്ന വിശ്വാസം, നല്ല വിനയമുള്ള, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു പ്രവാചകനെയാണ്, ഒരു മഹാമനുഷ്യനെയാണ് നമ്മൾ സുലൈമാൻ നബി അലൈഹിസ്സലാമയിലൂടെ കാണുന്നത്. അധികാരമുണ്ടെങ്കിൽ അത് ആളുകളെ ഉപദ്രവിക്കാനല്ല, ആളുകളുടെ സുരക്ഷയ്ക്കും ആളുകളുടെ സേവനത്തിനും ഉപയോഗിക്കാനുള്ളതാണ്. കരുണ കാണിക്കണം, സ്നേഹിക്കണം. അത് ഉറുമ്പാണെങ്കിൽ പോലും അതിനെ ഉപദ്രവിക്കരുത് എന്ന വലിയ പാഠം ഈ പ്രവാചകനിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യരായി, കരുണയുള്ളവരായി,
സ്നേഹമുള്ളവരായി, മറ്റുള്ളവരുടെ സുരക്ഷ പ്രധാനമായി കാണുന്ന ആളുകളായി നമ്മൾ മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.